ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. കസൂരി മേത്തി ചിക്കൻ കറി. അതിനായി 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് വേണ്ട സാധനങ്ങൾ: 2 തക്കാളിയുടെ പേസ്റ്റാക്കി എടുക്കണം, മല്ലിയില, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു കുടം വെളുത്തുള്ളി ചതച്ചത്, 5 പച്ചമുളക് കറി വെച്ചിട്ടുണ്ട്, ഒരു 15 കാഷ്യൂ പേസ്റ്റാക്കി എടുക്കണം, ഉപ്പ്, ലാസ്റ്റ് ചേർക്കാനായി ക്രീം, ജീരകത്തിൻ്റെ പൊടി. ഇതാണ് കസൂരി മെത്തി, ഉലുവയില പൊടിച്ചത്. പിന്നെ 1/2 കപ്പ്, 1 കപ്പ്, ഏകദേശം 3/4 കപ്പ് തൈര്, 5 സവാള ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സ്പൈസസ് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം. ഇത്രയാണ് സ്പൈസസ് വേണ്ടത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി ലേശം, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇത്രയാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. കസൂരി മേത്തി നമുക്ക് പാക്കറ്റിൽ ഇങ്ങനെ കിട്ടും. ഇത് നമ്മൾ കയ്യിലെടുത്ത് പൊടിച്ച് ഇത് 2 ടേബിൾ സ്പൂണോളം ഈ കറിക്ക് ചേർക്കണം. ഇനി ഇതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പാത്രം അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. പാത്രം ഒന്ന് ചൂടാകട്ടെ. നമുക്ക് ഈ കറിക്ക് ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. ഈ ഓയിൽ സൺഫ്ലവർ ഓയിൽ. ഇത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഓയിലൊന്ന് ചൂടാകട്ടെ. ആകുമ്പോൾ നമുക്ക് സ്പൈസസ് ചേർക്കാം. പട്ട, ഏലക്ക, ഗ്രാമ്പു, തക്കോലം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്തൊന്ന് മൂപ്പിക്കാം. മൂക്കുമ്പോൾ നമുക്ക് ഉള്ളി ചേർത്തൊന്ന് വഴറ്റാം. സമയം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർക്കാം. ഉള്ളിയോടൊപ്പം ഇതും കൂടെ ഒന്ന് വഴറ്റിട്ടുണ്ട്. ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടി കിട്ടുന്നതിനായി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. കല്ലുപ്പല്ല, പൊടിയുപ്പ്. അത് ഇതോടൊപ്പം മിക്സ് ചെയ്ത് വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ടൊമാറ്റോ പ്യൂരി പേസ്റ്റാക്കി വെച്ചാൽ അത് ഇതോടൊപ്പം മിക്സ് ചെയ്യും. പച്ചമണം മാറുന്നവരെ മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അധികം എരിവില്ല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറുന്നവരെ നമുക്ക് കസൂരി മെത്തി കൂടെ ചേർക്കാം. ഉലുവയില പൊടിച്ചത്,
ഫ്രഷ് ഇല ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. നമുക്ക് ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്യും. നന്നായി ഇളക്കിയ ശേഷം നമുക്ക് 3/4 കപ്പ് തൈര് കൂടെ ചേർത്ത് തൈരും മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചത് വേവിച്ചെടുക്കാം. അപ്പം തുറക്കാം. ചെറുതായിട്ടെല്ലാം തിളയ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ നമുക്ക് കാഷ്യൂ പേസ്റ്റും കൂടി ചേർക്കാം. ഒന്ന് ഇളക്കിയ ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഇളക്കിയ ശേഷം നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് വേവിക്കാം. നന്നായി ഇളക്കി അടച്ചു വെച്ച് എല്ലാം ഇളക്കി കൊടുക്കാം. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പാത്രത്തിൻ്റെ അടപ്പം തുറക്കാം. ചിക്കനൊക്കെ വെന്ത് കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. അത് എളുപ്പം മിക്സ് ചെയ്യും. ഒരു മിനിറ്റ് കൂടെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് പാത്രത്തിൻ്റെ അടപ്പം തുറക്കാം. കറിയൊക്കെ വെന്ത് കുറുകിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് വറുത്ത് പൊടിച്ച കസൂരി മെത്തിയും കൂടി ചേർക്കാം. അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ക്രീം ചേർക്കാം. അടപ്പൊന്ന് തുറക്കാം. എല്ലാം ഇരുന്നൊന്ന് കുറുകിയിട്ടുണ്ട്. ഈ സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കസൂരി മേത്തി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഒന്ന് തണുത്ത ശേഷം കുറച്ചുകൂടെ തണുത്ത ശേഷം നമുക്ക് ക്രീം ചേർക്കാം. മറ്റ് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. അടുപ്പ് തുറക്കാം. അപ്പോൾ നമുക്ക് ക്രീം ചേർക്കാം. ക്രീം ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിരുന്നൊന്ന് കുറുകട്ടെ. അതിനുശേഷം നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. കസൂരി മേത്തി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇളക്കിയ ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. സെർവിങ് ബൗളിലോട്ട് മാറ്റാം.